നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സഹപ്രവർത്തകരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതോ മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കുന്നതോ ഗുണകരമായി തീരുവാനും അതിനുള്ളൊരു പരിണത ഫലം ഒരുപക്ഷെ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും വേണ്ടപ്പെട്ടവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും അവലംബിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അനാവശ്യമായിട്ടുള്ള ആധിയെല്ലാം ഒഴിവാക്കി സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി പ്രായോഗിക വശവും ശാസ്ത്രീയ വശവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ച് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും എന്ന് മാത്രമല്ല, അവഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെയോ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനുള്ള അവസരവും കൂടി ഉണ്ടായിത്തീരും. തന്മൂലം ഒരു പക്ഷേ ഇതിനുള്ളൊരു പരിണത ഫലവും സൽകീർത്തിയും സജ്ജനപ്രീതിയും ഒക്കെ തന്നെ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുകയും അത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരികയും ആത്മാർത്ഥമായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. ഇതിനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരു പക്ഷേ നേട്ടമില്ലെങ്കിൽ പോലും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് ഗുണകരമായി തീരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് പ്രവർത്തന തലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഗുണകരമായി തീരും. വ്യാപകമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ അനിശ്ചിതാവസ്ഥകൾക്ക് ഒരു പക്ഷേ സെപ്റ്റംബർ മാസം വരെ അതിനൊരു അലകൾ വന്നു ചേരുവാനുള്ള യോഗമുള്ളതിനാൽ നിയന്ത്രണം എല്ലാ മേഖലകളിലും വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പൊതുവെ ഈ ഒരു മാസത്തിൽ മാത്രമല്ല, സെപ്റ്റംബർ മാസം കഴിവോളവും പല ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമോ ആഴ്ചയിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമോ ഉദ്യോഗമാറ്റമുണ്ടാകുന്നത് ഗുണകരമായി തീരും. സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ചോതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വന്നു ചേരുവാനും യോഗമുണ്ട്. നമസ്കാരം.